യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ നിത്യജീവൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഒന്നാമതായി സ്വർഗീയ ഭക്ഷണം. കർത്താവേ, അങ്ങാണ് ജീവന്റെ അപ്പം. ഇപ്പോൾ ഞങ്ങളെ നിലനിർത്തുന്നതും ഞങ്ങളുടെ ഉള്ളിൽ നിത്യജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതുമായ സ്വർഗീയ ഭക്ഷണം നമ്മുടെ ജീവിതത്തെ, മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സ്വർഗത്തിൻ്റെതാക്കി മാറ്റുവാൻ പരിപോഷിപ്പിക്കുന്ന സ്വർഗീയ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. യേശുനാഥൻ്റെ ശരീരം വചനം മാംസമായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ദാനമായി നൽകിയ ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവുമാണ് അത്. രണ്ടാമതായി കർത്താവിൻ്റെ ശരീരം സൂചിപ്പിക്കുന്നത് മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുന്നതിനെ ആണ്. കർത്താവിൻ്റെ രക്ഷാകരമായ ഈ ഭൂമിയിലെ കുരിശുമരണത്തെ ഈ അപ്പം കർത്താവിൻ്റെ ശരീരം സൂചിപ്പിക്കുന്നു. മൂന്നാമതായി കർത്താവായ യേശുനാഥൻ ജീവിക്കുന്ന അപ്പമായി തന്നെ ലോകത്തിന് നൽകിയ തൻ്റെ കരുണയുടെ സർവ പ്രവർത്തികളെയും ഈ സ്വർഗീയ അപ്പമാകുന്ന തൻ്റെ ശരീരത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. സ്വർഗീയ അപ്പമാകുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഈ അർത്ഥതലങ്ങൾ നാം ധ്യാനിക്കേണ്ടതുണ്ട്. രണ്ടാമതായി യേശുവിൻ്റെ അപ്പം ഭക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ജീവന്റെ അപ്പം ഭക്ഷിക്കുക എന്നത് യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമായ അവനിൽ വിശ്വസിക്കുകയും നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് ക്രിസ്തുവുമായുള്ള, ദൈവവുമായുള്ള നമ്മുടെ ഒരു വാഗ്ദത്ത ഉടമ്പടിയാണ്. യേശുവിൻ്റെ മാംസവും രക്തവും ഭക്ഷിക്കുക എന്നതിനർത്ഥം ഉപജീവനത്തിനും ജീവിതത്തിനും വേണ്ടി അവനെയും അവൻ പഠിപ്പിക്കുന്ന സത്യങ്ങളെയും പൂർണ്ണമായും ആശ്രയിക്കുക എന്നാണ്. ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുക എന്നതാണ് ജീവന്റെ അപ്പം ഭക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എൻ്റെ സ്വന്തമായ ആഗ്രഹത്താൽ, എൻ്റെ സ്വന്തമായ ഇച്ഛയാൽ, എൻ്റെ സ്വാതന്ത്ര്യത്താൽ ഞാൻ ആ ദൈവീക ജീവനുമായി ചേർന്ന് നിൽക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അവസരവുമാണ് ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുക എന്ന ആത്മീയ പ്രക്രിയ. മൂന്നാമതായി, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നത് ഈ അപ്പത്തിൻ്റെ കൂടെ നീ വസിക്കുമ്പോഴാണ്. ഇവിടെ വസിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് പദം മെനോ എന്നാണ്. വിശ്വാസിയും യേശുവും തമ്മിലുള്ള ബന്ധം, പുത്രനും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടർച്ച തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നതാണത്. ദിവ്യകാരുണ്യ വിജ്ഞാനീയം യോഹന്നാന്റെ ദർശനത്തിൽ പരസ്പര ബന്ധത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു ബന്ധം നാം നിലനിർത്തുക എന്നതാണ് ഈ കൂടെ വസിക്കുക എന്ന സത്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നിത്യജീവൻ നേടുവാൻ, നിത്യജീവന്റെ അപ്പമായി എനിക്ക് വേണ്ടി സ്വയം മുറിച്ചു തന്ന സ്നേഹത്തിൻ്റെ ശരീരമാകുന്ന യേശുവുമായി ചേർന്ന് വസിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. എന്നേക്കും ജീവിക്കുവാൻ, ഒരിക്കലും മരിക്കാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവനുള്ള അപ്പത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗീയ ജീവന്റെ അപ്പം നമ്മെ സമ്പൂർണമാക്കുന്ന അപ്പം, അന്ത്യത്താഴത്തിലെ ഭോജ്യം തിരുസന്നിധാനത്തിലെന്നും. സ്വർഗീയ ജീവന്റെ അപ്പം നമ്മെ സമ്പൂർണമാക്കുന്ന അപ്പം, അന്ത്യത്താഴത്തിലെ
തിരുസന്നിധാനത്തിലെന്നും അപ്പം കൈക്കൊള്ളൂ നീ സ്നേഹമോടെ. ഈ ബലിവേദിയിൽ വിഭജിച്ച അപ്പം കൈക്കൊള്ളൂ നീ സ്നേഹമോടെ. ജീവിക്കുമെന്നും ഈശോ സ്വർഗരാജ്യം. അൾത്താരയിൽ തിരുവോസ്തിയിൽ വാഴുന്ന യേശുവിൻ ആരാധന. അൾത്താരയിൽ തിരുവോസ്തിയിൽ വാഴുന്ന യേശുവിൻ ആരാധന. സ്വർഗീയ ജീവന്റെ അപ്പം നമ്മെ സമ്പൂർണമാക്കുന്ന അപ്പം. അന്ത്യത്താഴത്തിലെ ഭോജ്യം തിരുസന്നിധാനത്തിലെന്നും